നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ട് നിങ്ങളെ കോമ്പറ്റീറ്റേഴ്സ് നിങ്ങളെക്കാട്ടും മുന്നോട്ട് പോകുന്നുണ്ട്, എല്ലാ കസ്റ്റമേഴ്സും അവരുടെ അടുത്താണ് പോകുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഹരി എന്നൊരു ബിസിനസ് ഓണർ ഇതേമാതിരിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ട്രാൻസ്പോർട്ട് ബിസിനസ് ആയിരുന്നു. തുടങ്ങിയ സമയത്ത് നല്ല രീതിയിൽ പോയിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാൾ പിന്നിലേക്ക് വരുന്നുണ്ടെന്ന് തോന്നി. അദ്ദേഹം അനലൈസ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ബാക്കിയുള്ളവരൊക്കെ പുതിയ ഡിജിറ്റൽ ടൂൾസ് എല്ലാ കാര്യങ്ങളും ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടെന്ന്. ഇദ്ദേഹത്തിൻ്റെ ഒരു മൈൻഡ് സെറ്റ് ബ്ലോക്ക് ആയിരുന്നു പുതിയ രീതിയിലേക്ക് ഞാൻ ചെയ്യുന്നത് ശരിയായ രീതിയാണെന്ന്. പക്ഷേ മുന്നോട്ട് പോകണമെങ്കിൽ പുതിയ രീതിയിലുള്ള കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തേ പറ്റൂ എന്ന് ഇദ്ദേഹത്തിന് മനസ്സിലാക്കി മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്തു. അദ്ദേഹം ഒരു ആപ്പ് ബേസ്ഡ് സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്തു. റിമൈൻഡേഴ്സിന് വേണ്ടി വാട്സപ്പ് ഇന്റഗ്രേറ്റ് ചെയ്തു. ഈ കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ ഇദ്ദേഹത്തിന്റെ പോയ കസ്റ്റമേഴ്സ് തിരിച്ചു വരാൻ തുടങ്ങി, ഇദ്ദേഹത്തിന്റെ ബിസിനസ്സും കൂടാൻ തുടങ്ങി. നിങ്ങൾ ഇനി ചെയ്യേണ്ട 3 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ കാര്യം, ഒരു ആപ്പ് ബേസ്ഡ് സിസ്റ്റം നിങ്ങളുടെ ബിസിനസ്സിൽ അപ്ലിക്കബിൾ ആണെങ്കിൽ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഇനി വാട്സപ്പ് ഇന്റഗ്രേഷൻ ആണെങ്കിലും മതി, വാട്സപ്പ് ബേസ്ഡ് ബുക്കിംഗ് ആണെങ്കിലും അത് മതി. രണ്ടാമത്തെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ മാത്രമായ പോരാ, നിങ്ങൾ ടീമും ഇതേമാതിരി ടെക് എനേബിൾഡ് ആയിരിക്കണം. അപ്പൊ നിങ്ങളുടെ ടീമിനെയും ഇതേമാതിരി ട്രെയിൻ ചെയ്യുക. മൂന്നാമത്തെ കാര്യം, നിങ്ങളുടെ ക്ലയന്റിനെയും ഇത് എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ കടമയാണ്. അപ്പൊ അവരെയും ഇതിലേക്ക് ക്ഷണിക്കുകയും അവരെ ഇത് അഡോപ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുക. എന്നാൽ അവരുടെ ടൈമും കുറയും, നിങ്ങളുടെ ടൈമും കുറയും, എഫിഷ്യൻസി കൂടുകയും ചെയ്യും. സോ സിമ്പിൾ ആണ് കാര്യങ്ങൾ. ഇംപ്ലിമെന്റ് ചെയ്യൂ, റിസൾട്ട് നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ടും കാണും.